പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ നൂൽപുട്ടും പിന്നെ തേങ്ങാപ്പാലുമാണ് ഉണ്ടാക്കാൻ പോകുന്നത്. വീഡിയോയിലോട്ട് കിടക്കാം. അപ്പോൾ നമ്മൾ ഇതുണ്ടാക്കാൻ വേണ്ടിയിട്ട് അരിപ്പൊടി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഏത് വറുത്ത അരിപ്പൊടിയോ ഏത് അരിപ്പൊടിയാണെങ്കിലും കുഴപ്പമില്ല. നമ്മൾ ഈ സാധാരണ ഇടിയപ്പത്തിൻ്റെ പൊടിയുണ്ട്, പിന്നെ നമ്മുടെ ഈ പൊടിയുണ്ട്, നമ്മുടെ സാധാരണ അരിപ്പൊടി നമ്മുടെ കടയിൽ നിന്ന് മേടിക്കുന്ന പൊടിയുണ്ട്, അല്ലാതെ വറുത്ത് കിട്ടുന്ന പൊടിയുണ്ട്. അപ്പോൾ അങ്ങനെ കുറേ പൊടിയുണ്ടല്ലേ അരിപ്പൊടി. അപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്ന സാധാരണ അരിപ്പൊടിയാണ് കേട്ടോ. അപ്പോൾ അരിപ്പൊടി എടുത്തിട്ടുണ്ട്. എന്നിട്ട് അടുപ്പിൽ നമ്മൾ വെള്ളം തിളപ്പിക്കാനായിട്ട് ചെറുതായിട്ടൊന്ന് ചൂടായാൽ മതി കേട്ടോ. ഞാൻ അത്ര ചൂടാക്കുന്നുള്ളൂ. അപ്പം കുറച്ച് ഉപ്പ് കിട്ടി ഞാനൊന്ന് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മുടെ അരിപ്പൊടിയിലേക്ക് ഇത് ലേശം കുറേശ്ശെ ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് യോജിപ്പിച്ച് നമ്മുടെ ആ ചപ്പാത്തിയൊക്കെ അല്ല ഇടിയപ്പം ഉണ്ടാക്കുന്ന ആ ഒരു പാകത്തിന് തന്നെ കുഴച്ചെടുക്കണം കേട്ടോ. അപ്പോൾ ആ രീതിയിലൊന്ന് കുഴച്ചങ്ങോട്ട് എടുത്ത് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ നല്ല രീതിയിൽ ഉണ്ടയാക്കി അങ്ങോട്ട് എടുക്കണം കേട്ടോ. ഒരുപാടിട്ട് അമർത്തിയൊന്നും കുഴക്കേണ്ട ആവശ്യമില്ല. ഇടിയപ്പത്തിൻ്റെ സാധാരണ കുഴക്കുന്നില്ലേ അതുപോലെ അങ്ങ് കുഴച്ചെടുത്താൽ മതി. അപ്പം ഞാൻ അങ്ങനെ കുഴച്ചെടുക്കുവാണ് കേട്ടോ. അപ്പോൾ ഇനി നമുക്കിത് കുഴച്ചെടുത്തതിന് ശേഷം ചെറിയ ഇതായിട്ട് ഉരുട്ടി എടുക്കണം. ഞാനിപ്പോൾ ഇതിനകത്ത് കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ചെറിയ ഉണ്ടയായിട്ട് നമുക്കിനി അത് എടുക്കാം കേട്ടോ. അപ്പോൾ അതൊക്കെ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും കുറച്ച് സമയം പിടിക്കും കേട്ടോ. ചിലരൊക്കെ പെട്ടെന്ന് ചെയ്ത് കഴിയും, ചിലരൊക്കെ സ്ലോ ആയിരിക്കും. അപ്പം ഞാനിത് ഭയങ്കര സ്ലോ ആയിട്ടാണ് കേട്ടോ ചെയ്തത്. ഞാനിത് ആദ്യമായിട്ടാണ് കേട്ടോ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര പ്രയാസമായിരുന്നു. ഈ ചെറിയ ഇതായിട്ട് സമയം എടുക്കത്തില്ലേ ഒരുപാട്. അപ്പം ഞാനങ്ങനെ ചെറിയ ഇതായിട്ട് അങ്ങോട്ട് കുറേ സമയം എടുത്ത് ഉരുട്ടി എടുത്ത് നമ്മൾ എത്രയും കനം കുറച്ച് ഉണ്ടാക്കുന്നോ അത്രയും ടേസ്റ്റാണ് ഇതിന് കേട്ടോ. അപ്പം ഞാനിത് ചെറിയ രീതിയിൽ ഉണ്ടയാക്കി എടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതൊരു പാത്രത്തിലോട്ട് മാറ്റി അങ്ങ് വെക്കാം, ഉണ്ടയാക്കിയിട്ട്. അപ്പോൾ ഇതിനു മുമ്പ് ഇത് പരീക്ഷിച്ച് നോക്കിയിട്ടില്ല കേട്ടോ. ആദ്യമായിട്ടാണ് ഞാൻ ഉണ്ടാക്കുന്നത്. ഇതിനെ നൂൽപുട്ടെന്നൊക്കെയാണ് പറയുന്നത്. പല സ്ഥലത്തും പല പേരൊക്കെ ആയിരിക്കും. അപ്പം ഇത് ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പം ഞാനിത് കഴിച്ചതിന് ശേഷമാണല്ലോ വീഡിയോ വോയിസ് ഓവർ കൊടുക്കുന്നത്. നല്ല ടേസ്റ്റായിരുന്നു കഴിക്കാൻ വേണ്ടിയിട്ട്. തേങ്ങാപ്പാൽ റെഡിയാക്കുമ്പം അതിനകത്ത് മസ്റ്റായിട്ട് നമ്മുടെ ഏലക്ക ചേർക്കണം. ഏലക്ക ചേർക്കുമ്പോഴാണ് ഈ ഒരു സംഭവത്തിന് ടേസ്റ്റ് കൂടുന്നത് കേട്ടോ. അപ്പം അതാണ് ചെയ്യേണ്ടത്. അപ്പോൾ തേങ്ങാപ്പാലും പഞ്ചസാരയുടെ അളവ് ഒത്തിരി ഇല്ലെങ്കിലും കുഴപ്പമില്ല. പക്ഷേ തേങ്ങാപ്പാലിനകത്ത് നമ്മുടെ ഏലക്ക എന്ന് പറയുന്ന സാധനം ചേർത്തിരിക്കണേ. അപ്പോൾ നമുക്കിത് ഉരുട്ടി എടുക്കാം. ഇനി സമയം കളയണ്ട, പെട്ടെന്ന് ഉരുട്ടിയെടുക്കാം. അപ്പോൾ ഇനി നമുക്കിത് ഇഡലി കുട്ടകത്തിനകത്തോട്ട് വെച്ച് ആവി കയറ്റി വേവിച്ചെടുക്കാം. അപ്പം ഞാൻ ഇഡലി കുട്ടകം അടുപ്പത്തിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിനകത്തേക്ക് നമ്മൾ ഇത് അങ്ങോട്ട് വെച്ച് കൊടുക്കുവാണ്. അതവിടെ ഇരുന്ന് വേകട്ടെ. നമുക്ക് അപ്പോഴത്തേക്ക് നമ്മുടെ തേങ്ങാപ്പാൽ പിഴിഞ്ഞെടുക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ തേങ്ങ ചിരകി എടുത്തിട്ട് നമ്മുടെ ജാറിലോട്ട് ഇട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ലേശം പഞ്ചസാര ഇട്ടിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഏലക്കയും കൂടി ഇട്ട് കഴിഞ്ഞിട്ട് ലേശം വെള്ളവും കൂടെ ഒഴിച്ച് കഴിയുമ്പോഴത്തേക്കും മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ടൊന്ന് പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കുക കേട്ടോ. അപ്പോൾ അരിച്ചെടുത്ത് നമ്മുടെ തേങ്ങാപ്പാൽ നമ്മൾ ഇച്ചിരി ലേശം ഒരു അരിപ്പൊടിയും കൂടി ഇട്ടിട്ട് നമ്മളതൊന്ന് തിളപ്പിക്കരുത് കേട്ടോ. തിളപ്പിക്കാതെ ഇങ്ങനെ കുറുക്കി എടുക്കുക. അപ്പോഴത്തേക്കും ഒരു 5 മിനിറ്റ് നേരം കുറുക്കി എടുക്കുക. അപ്പോൾ തേങ്ങാപ്പാൽ റെഡിയാകും. ഇനി നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ ആവി വെച്ചിരിക്കുന്ന സംഭവം ഒന്ന് പൊക്കി നോക്കാം വെന്തോ ഒന്ന്. അപ്പോൾ വെന്തിട്ടുണ്ട്. ഇനി നമുക്കിത് മാറ്റാം, ഒരു പാത്രത്തിലേക്ക് ഇത് മാറ്റി വെക്കാം. എന്നിട്ട് ആ സമയത്ത് ആ അടുപ്പിലോട്ട് തന്നെ നമ്മൾ ചായ തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ഇത് പാത്രത്തിലോട്ട് മാറ്റിയിട്ട് നമുക്കിതിലേക്ക് തേങ്ങാപ്പാൽ ഒഴിക്കണം. അപ്പോൾ തേങ്ങാപ്പാലും കൂടെ ഒഴിച്ചു കഴിഞ്ഞാൽ ഇത് നമുക്ക് ചൂടോടുകൂടി കഴിക്കാം. ഇളം ചൂടോടുകൂടി കഴിക്കുന്നതാണ് കേട്ടോ ഇതിന് ടേസ്റ്റ്. ഞാനിതിലേക്ക് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാൻ പോവാണേ. അപ്പോൾ തേങ്ങാപ്പാലും കൂടെ ഒഴിച്ചിട്ട് നമുക്ക് മിക്സ് ചെയ്ത് കുറച്ച് നേരം അങ്ങോട്ട് വെച്ച് കഴിഞ്ഞിട്ട് ആ ഇളം ചൂടോടുകൂടി കഴിക്കുക. അതാണ് ഇത്രേ ഉള്ളൂ, നമ്മുടെ സംഭവം ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ വിശന്നൊക്കെ ഇരിക്കുമ്പോൾ വൈകുന്നേരമൊക്കെ വിശന്നിരിക്കുമ്പോഴോ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ നമുക്കിത് ഉണ്ടാക്കി കഴിക്കാം കേട്ടോ. എന്ത് ടേസ്റ്റാണെന്നറിയാമോ? നമ്മൾ സാധാരണ കഴിക്കുന്ന ആ ബ്രേക്ക്ഫാസ്റ്റിനെക്കാട്ടിലും ഒക്കെ ഒരു ഡിഫറൻ്റ് ആയിട്ട് നമുക്ക്
കഴിക്കാൻ പറ്റിയ അടിപൊളി ഒരു സംഭവമാണ് കേട്ടോ. എനിക്കിഷ്ടപ്പെട്ടു. ഞാൻ ആദ്യം വിചാരിച്ചത് അത്രയും വലിയ ടേസ്റ്റൊന്നും കാണത്തില്ലെന്നാണ്. പക്ഷേ ഇത് കഴിച്ചു കഴിഞ്ഞപ്പോഴാണ് കേട്ടോ ഇത്രയും ടേസ്റ്റുള്ള സാധനം ഇത്ര നാളും എന്തുകൊണ്ട് ഉണ്ടാക്കാതിരുന്നു എന്നുള്ളൊരു തോന്നൽ വന്നു കേട്ടോ. നല്ല ടേസ്റ്റാണ്. ഞാൻ ഇതുവരെ അങ്ങനെ ഇങ്ങനെയുള്ള സംഭവങ്ങളൊന്നും കഴിച്ചിട്ടില്ല. അപ്പോൾ ഇത് നമ്മൾ റെഡിയാക്കി കഴിഞ്ഞിട്ട് നമ്മൾ ചായയും ഇട്ട് കഴിഞ്ഞിട്ട് നമ്മളിത് നേരെ മുറ്റത്ത് വന്നിരുന്ന് കഴിച്ചു കേട്ടോ. എൻ്റെ ദൈവമേ, ആക്രാന്തം കൊണ്ടാണോ എന്താണോ എന്ന് എനിക്കറിയത്തില്ല, എൻ്റെ തൊണ്ടയെ കുടുങ്ങി കുറച്ച് നേരം ഇതും വെച്ചുകൊണ്ടിരിക്കുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മുടെ ഇതെല്ലാം കഴിഞ്ഞ് കുറേ കഴിഞ്ഞപ്പോഴത്തേക്കും റെഡിയായി. അങ്ങനെ നമ്മൾ